എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുടി ഭയങ്കര ഫ്രിസി ആയിട്ട് അൺമാനേജബിളായി എന്തെന്ത് ചെയ്തിട്ടും ഒന്നും വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് എങ്കിൽ നിങ്ങളുടെ മുടിയിൽ പ്രോഡക്റ്റ് ബിൽഡപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പ്രോഡക്റ്റ് ബിൽഡപ്പ് ഇങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രോഡക്ട്സുകൾ വർക്ക് ചെയ്യാത്ത പോലെ ഫീൽ ചെയ്യുക, യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള മെത്തേഡ്സുകൾ വർക്ക് ചെയ്യാത്ത പോലെ ഫീൽ ചെയ്യുക. മൊത്തത്തിൽ നമ്മളുടെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് ഡള്ളായിട്ട് ഇങ്ങനെ കരപര പോലെ അല്ലെങ്കിൽ ഭയങ്കര വാക്സി പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യണത് ഇങ്ങനെ പ്രോഡക്റ്റ് ബിൽഡപ്പ് ഉണ്ടാവുമ്പോഴാണ്. ഇപ്പോൾ നമ്മളുടെ മിക്ക ആളുകളുടെയും ഹെയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് പ്രോഡക്റ്റ് ബിൽഡപ്പ്. പലവർക്കും അറിയാണ്ട് പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റ് ബിൽഡപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റ് ബിൽഡപ്പ് മാറ്റാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ പല ആളുകളും വിചാരിക്കുക പ്രോഡക്റ്റ് ബിൽഡപ്പിന് ഹെയർ ഡാമേജ് ആണെന്നാണ്. നമ്മളുടെ മുടി ഡാമേജ് ആണെന്നാണ് നമ്മൾ വിചാരിക്കണേ. പക്ഷേ ആക്ച്വലി അത് ഡാമേജ് അല്ല. നിങ്ങളുടെ മുടിയിൽ ഇങ്ങനെ ബിൽഡപ്പ് നിൽക്കുമ്പോൾ ഡാമേജ്ഡ് ആയിട്ടുള്ള പോലെ ഒരു എഫക്റ്റ് ആണ് ഫീൽ ചെയ്യുക. ഞാൻ കുറേ നാൾ എൻ്റെ മുടി ഡാമേജ് ആണെന്ന് പറഞ്ഞാണ് ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഡാമേജ് അല്ലായിരുന്നു, അത് പ്രോഡക്റ്റ് ബിൽഡപ്പുകളായിരുന്നു. ഇപ്പം തന്നെ എൻ്റെ മുടിയിൽ നിന്ന് ഫുള്ളി ആയിട്ട് പ്രോഡക്റ്റ് ബിൽഡപ്പ് അങ്ങനെ പോയിട്ടില്ല. കാരണം എൻ്റെ മുടിയിൽ ചിലവരുടെ മുടിക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവും പ്രോഡക്റ്റ് ബിൽഡപ്പുകൾ വരാനായിട്ടുള്ള. സ്പെഷ്യലി ലോ പോറോസിറ്റി വെർജിൻ ഹെയർ ഒക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ പ്രോഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതോറും അത് അങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അതിന് മുമ്പ് എന്താണ് പ്രോഡക്റ്റ് ബിൽഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ, കണ്ടീഷണർ, മാസ്ക്, ഹെയർ സിറം, ഇല്ലെങ്കിൽ എണ്ണകൾ, ഇല്ലെങ്കിൽ നമ്മൾക്ക് വരുന്ന വെള്ളം, ഹാർഡ് വാട്ടർ ആണെങ്കിൽ ഇതിന്നൊക്കെ ഉള്ള റെസിഡ്യൂ നമ്മളുടെ മുടിയുമേൽ ഇങ്ങനെ കോട്ടായി ഇരിക്കും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ അതിനകത്തൊക്കെ സിലിക്കോൺസും ഒരുപാട് വാട്ടർ കൊണ്ട്, അതായത് നോർമൽ വെള്ളം കൊണ്ട് പോവാത്ത സോലുബിൾ അല്ലാത്ത കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. അത് നമ്മളിങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്ത് തന്നെ അത് കഴുകി കളയണം. അങ്ങനെ നമ്മൾ കഴുകി കളയാതിരിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള മിക്ക ഷാംപൂസും സൾഫേറ്റ് ഫ്രീ, ജെൻറ്റിൽ അങ്ങനത്തെ ഷാംപൂസ് അല്ലേ. അപ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ നമ്മൾ അതങ്ങനെ സെലക്ട് ചെയ്യാൻ കാരണം നമ്മുടെ മുടി ഒത്തിരി ഡ്രൈ ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അതേസമയം ഇത് ഇടയ്ക്കെങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുടിയിൽ നിന്ന് ഈ കാണുന്ന ഈ പ്രൊഡക്റ്റിനകത്തു നിന്നുള്ള സാധനങ്ങളും പോകത്തില്ല. പിന്നെ നമ്മൾ ഹാർഡ് വാട്ടർ ആകുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കാൽഷ്യം ഉണ്ടാവും, മിനറൽസ് ഉണ്ടാവും, അതൊക്കെ നമ്മളുടെ മുടിയിൽ ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കും. അതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ബിൽഡപ്പ് എന്ന് പറയുക. പ്രോഡക്റ്റ് ബിൽഡപ്പ് രണ്ടായിട്ട് നമുക്ക് വേണമെച്ചാൽ പറയാം. ഒന്നിങ്ങനെ ഷാംപൂ, കണ്ടീഷണർ എന്ന് വരുന്ന പ്രോഡക്റ്റുകൾ, അതായത് പ്രോഡക്റ്റ് ബിൽഡപ്പ് ഇങ്ങനത്തെ വാക്സുകൾ, ഓയിൽസ്, അങ്ങനെ ഇല്ലെങ്കിൽ സിലിക്കോൺസ്, അതൊക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഹാർഡ് വാട്ടർ എന്നുള്ളത്, അതായത് മിനറൽസ്, കാൽഷ്യം, അങ്ങനെയൊക്കെയുള്ള ഈ ഹാർഡ് വാട്ടർ നിങ്ങളുടെ വീട്ടിലുണ്ടോയെന്ന് അറിയാം. എങ്ങനെ അറിയാമോ? നമ്മളുടെ പൈപ്പിന് ചുറ്റിനൊക്കെ ഇങ്ങനെ വെള്ള കളർ കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഷാമ്പു ഒന്നും ഒരുപാട് പതയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഇങ്ങനെ വെള്ളം എടുക്കാം, വെള്ളത്തിൽ ഷാമ്പൂ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പതപ്പിച്ച് നോക്കാം. സാധാരണ ഉള്ളൊരു ഷാമ്പൂ നല്ലോണം പതയണം. അങ്ങനെ പതഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് വാട്ടർ ആണെന്നുള്ളതാണ് അർത്ഥം. ഇല്ലെങ്കിൽ നോക്കിയാൽ മതി, നമ്മളുടെ പൈപ്പിൻ്റെ ചുറ്റിനും വൈറ്റ് കളർ ഉണ്ടാവും, വെള്ളം വരണ സ്ഥലമൊക്കെ വൈറ്റ് കളറായിട്ടിരിക്കും. ഇപ്പോൾ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും, അതായത് സിറ്റീസിലൊക്കെ കേട്ടോ, മിക്ക സ്ഥലങ്ങളിലും ഹാർഡ് വാട്ടർ ആണെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളുടെ സ്കിന്നിനും ദോഷമാണ്, ഹെയറിനും ദോഷമാണ്. അങ്ങനെ നമുക്ക് രണ്ടായിട്ട് ബിൽഡപ്പുകളെ കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഈ പ്രോഡക്റ്റ് ബിൽഡപ്പ് എങ്ങനെയാണ് നമ്മുടെ മുടിക്ക് ദോഷമാവണേ എന്നുള്ളതും കൂടിയിട്ട് പറയാം കേട്ടോ. എന്നാലുള്ള നമുക്ക് ഇതെന്തോ ഒരു ഡേഞ്ചർ ആണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഈ പ്രോഡക്റ്റ് ബിൽഡപ്പ് കറക്റ്റായിട്ട് നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ മുടിനാരിനെ ഈ ബിൽഡപ്പ് കോട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഇതിനകത്ത് നമ്മളുടെ മുടിക്ക് മോയ്സ്ചർ ഉണ്ടെങ്കിലാണ് മുടിക്ക് കാണാൻ ഭംഗി ഉണ്ടാവുക, സ്ട്രോങ് ആവുക, പൊട്ടിപ്പോവാണ്ടിരിക്കുക. അങ്ങനെ അതിൻ്റെ അകത്ത് അതിൻ്റെ ഫങ്ഷൻസ് നടക്കണം. അത് ഫങ്ഷൻസ് നടക്കണമെങ്കിൽ എന്താ? ഈ ഹൈഡ്രേഷൻ അകത്ത് കയറണം. പല ആളുകളും നമ്മൾ തല കഴുകുന്നുണ്ടെങ്കിലും ഈ പ്രോഡക്റ്റ് ബിൽഡപ്പ് തലയിൽ വന്നിരിക്കണ കാരണം വെള്ളം പോലും അകത്തോട്ട് കയറണില്ല എന്നുള്ളത്. എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. അത് എൻ്റെ ഹെയർ. ഞാൻ വിചാരിച്ചിരിക്കണത് എന്താ അറിയോ? എൻ്റെ മുടി ഭയങ്കര ലോ പോറോസിറ്റി ആയിട്ട് എന്ത് ചെയ്ത മുടി അകത്തോട്ട് കയറണില്ല, പക്ഷേ എൻ്റെ മുടി പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് എൻ്റെ മുടി വെള്ളം റിപ്പൽ ചെയ്യണത് പ്രോഡക്റ്റുകൾ ഇരുന്നിട്ടാണ്. അത് പ്രൊഡക്റ്റ് അല്ല, ഈ ഹാർഡ് വാട്ടറിൻ്റെ ഇതിരുന്നിട്ടാണ് ഇങ്ങനെ റിപ്പൽ ചെയ്ത് പോകണത്. അപ്പോൾ വെള്ളം റിപ്പൽ ചെയ്ത് പോയി കുറേ നേരം നമ്മളിങ്ങനെ കാണിച്ച് അകത്തോട്ട് കയറ്റിയാലാണ് വെള്ളം കയറുള്ളൂ. എൻ്റെ അങ്ങനെ ഇതായിട്ട് പോവുക. അപ്പോൾ എന്താ പറ്റണതെന്ന് വെച്ചാൽ വെള്ളം പോലും അകത്ത് കയറണില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ തീരെ കയറില്ല, എണ്ണ തീരെ കയറില്ല. അപ്പോൾ അതിന് വേണ്ട ഹൈഡ്രേഷൻ ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് പലവരുടെ മുടി ഇങ്ങനെ പഫി ആയിട്ടിരിക്കണത്. അങ്ങനെ പഫിയാണ് നിങ്ങളുടെ മുടി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇഷ്യൂ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ, അതായത് പ്രൊഡക്റ്റ് ബിൽഡപ്പിൻ്റെ ഇഷ്യൂ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് മോയ്സ്ചറിനെ അകത്ത് കയറ്റാണ്ടിരിക്കും. പിന്നെ നമ്മുടെ മുടിക്കൊരു ഷൈൻ ഇല്ലാണ്ട് ലൈഫ്ലെസ് ആയിട്ടിരിക്കും. ഷൈൻ വേണമെങ്കിൽ എന്താ? നമ്മളുടെ
ക്യൂട്ടിക്കിൾസ് നല്ലോണം ക്ലോസ്ഡ് ആയിട്ടിരിക്കണം വേണ്ടേ. പക്ഷേ ഈ പ്രോഡക്റ്റ് ബിൽഡപ്പ് കയറി നിൽക്കുമ്പോൾ ഈ ക്യൂട്ടിക്കിൾസിനോട്ട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാണ്ട് പ്രോഡക്റ്റ് അങ്ങനെ ഇരിക്കുക ചെയ്യുക. അപ്പോൾ അത് നമുക്കൊരു എന്താ പറയുക ഷൈൻ നമ്മുടെ മുടിക്ക് ഉണ്ടാവില്ല, ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല, ഇങ്ങനെ ഭയങ്കര ബ്രിറ്റിലായിട്ട് ഭയങ്കര റഫായിട്ട് നമ്മളുടെ മുടി ഇരിക്കും. പിന്നുള്ളൊരു മെയിൻ ഇഷ്യൂ ആണ് നമ്മുടെ സ്കാൽപ്പ്. ഇങ്ങനെ മാന്തുമ്പോഴേക്ക് നിങ്ങളിങ്ങനെ സ്കാൽപ്പ് ഒന്ന് മാന്തി വയ്ക്കും, നിങ്ങൾക്ക് സ്കാൽപ്പിൽ ബിൽഡപ്പ് ഉണ്ടോ എന്നുള്ളത് അറിയാം. ഇങ്ങനെ മാന്തുമ്പോൾ എനിക്കൊക്കെ എന്തായാലും വരും. ഒന്നാമത് ഇവിടെ ഹാർഡ് വാട്ടറാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പ്രോഡക്റ്റുകളൊക്കെ ഇടാറുണ്ട്. നമുക്ക് ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ റബ്ബർ മായ്ച്ചിട്ട് വരണത് പോലെ വരും. അങ്ങനെയാണ് നിങ്ങൾക്ക് വരണേന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയിൽ ബിൽഡപ്പ് ഉണ്ട്. മുടിമേൽ ഉണ്ടോയെന്ന് അറിയാൻ മുടി ഇങ്ങനെ ഷൈൻലെസ് ആയിട്ടിരിക്കാൻ, ഇവിടെ ഉണ്ടോയെന്ന് അറിയാൻ ഇങ്ങനെ മാന്തി നോക്കുക. പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു ദോഷവശം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കേളി ഹെയർ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേൾസ് ഭംഗിയായിട്ട് കിടക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവരാണ്, നിങ്ങളുടെ മുടി സ്ട്രെയിറ്റനിങ് ചെയ്യുന്ന ആളുകളാണ്, ഹീറ്റ് നമ്മുടെ മുടിമേൽ നിൽക്കില്ല. അതായത് ചെയ്യണ സമയത്ത് പെട്ടെന്ന് നമുക്ക് ചൂടായ പോലെ തോന്നും, എന്നാൽ അത് ലാസ്റ്റ് ചെയ്യില്ല, പെട്ടെന്ന് ആ സ്ട്രെയിറ്റ് ആയേക്കണത് പോകും. അത് എനിക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചില ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മുമ്പൊക്കെ ചേച്ചി സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് മുടി സ്ട്രെയിറ്റ് ആയി കിടക്കും, കുറേ നേരം സ്ട്രെയിറ്റ് ആയി കിടക്കുമായിരുന്നു, ഇപ്പോൾ പക്ഷേ കുറേ നേരം കിടക്കണില്ല, പെട്ടെന്ന് തന്നെ പോവുക, പെട്ടെന്ന് ഫ്രിസി ആയി പോവാണ്. പ്രോഡക്റ്റ് ബിൽഡപ്പ് അതുള്ളതുകൊണ്ടിട്ടാണ് അങ്ങനെ പെട്ടെന്ന് പോകണത്. എൻ്റെ മുടിയിലൊന്നും തീരെ ഹീറ്റ് നിൽക്കേണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ കാൽസ്യം ഡെപ്പോസിറ്റായി നിന്നിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മുടിയിൽ ഹീറ്റ് നിൽക്കണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ പ്രോഡക്റ്റ് ബിൽഡപ്പ് ഉള്ള മുടിയിൽ. പിന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഹെയർ ടെക്സ്ചറിൻ്റെ ചേഞ്ചും ഈ പ്രോഡക്റ്റ് ബിൽഡപ്പ് കാരണം വരാം കേട്ടോ. അതായത് നിങ്ങൾക്ക് നല്ല കേളി ഹെയർ ഉണ്ടായിരുന്നവരാണ്, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കേൾസ് നിൽക്കുന്നില്ല, പകരം സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാണ്. അത് നിങ്ങളുടെ മുടി സ്ട്രെയിറ്റ് ആയതുകൊണ്ടല്ല, ഈ പ്രോഡക്റ്റ് ബിൽഡപ്പ് കാരണം ഹെവി ആയിട്ട് നിങ്ങളുടെ കേൾസ് ഇങ്ങനെ സ്ട്രെച്ചഡ് ആയിട്ടിരിക്കണതാണ്. അപ്പോൾ അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെ ടെക്സ്ചർ മുടിയിൽ മാറാം. നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നിട്ടുള്ളവർക്ക് ഇപ്പോൾ പെട്ടെന്ന് ഫ്രിസി ആയി പോകാം. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ബിൽഡപ്പ് ആണ് കേട്ടോ. ഇനി എങ്ങനെയാണ് പ്രോഡക്റ്റ് ബിൽഡപ്പ് മാറ്റുക? ഒരൊറ്റ സൊല്യൂഷനുള്ളൂ, യൂസ് ക്ലാരിഫയിങ് ഷാമ്പൂ. നല്ല ക്ലാരിഫയിങ് ഷാമ്പൂ മേടിക്കുക, എന്നിട്ട് ഡബിൾ ക്ലെൻസ് ചെയ്യുക. അത് നിങ്ങൾ മാസത്തിൽ ഒരിക്കലോ ഇല്ലെങ്കിൽ 2 തവണയോ ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ മസ്റ്റായിട്ടും ACV റിൻസ് ചെയ്യണം. ആപ്പിൾ സൈഡർ വിനേഗർ കുറച്ചൊരു കപ്പിൽ ഒഴിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് ഒഴിക്കുക. നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഉണ്ടല്ലോ വിസിബിളായിട്ട് അറിയാൻ പറ്റും. പ്രോഡക്റ്റ് ബിൽഡപ്പ് ആണ് നിങ്ങൾക്കെങ്കിൽ ഒറ്റ തവണ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ആ ഒറ്റ തവണ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മുടി ബെറ്റർ ആവണത്. ഭയങ്കര റിസൾട്ട് ഉണ്ടാവും കേട്ടോ, അടിപൊളി റിസൾട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇത്രയും ഞാൻ ചെയ്താൽ മതിയായിരുന്നു എൻ്റെ മുടി നന്നാവാൻ, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ നല്ല റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ ഈ 2 സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഏതൊക്കെയാണ് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാരിഫയിങ് ഷാമ്പൂ എന്ന് പറയാം. ഞാൻ ക്ലാരിഫയിങ് ഷാമ്പൂ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ പറയണേ. കാരണം ഫസ്റ്റത്തെ ക്ലാരിഫയിങ് ഷാമ്പൂ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ബിൽഡപ്പ് റിമൂവ് ആക്കാൻ. ഞാൻ 2 ടൈപ്പ് ഓഫ് ബിൽഡപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ പ്രോഡക്റ്റിൻ്റെ ബിൽഡപ്പ് കളയാനായിട്ട് നമുക്ക് ക്ലാരിഫയിങ് ഷാമ്പൂ മതി. അതായത് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് സിലിക്കോൺസ്, വാട്ടർ സോലുബിൾ അല്ലാത്ത വാക്സസ്, അതൊക്കെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഷാമ്പൂസ് ആണ് ക്ലാരിഫയിങ് ഷാമ്പൂസ്. ഇനി വേറൊരു ഷാമ്പൂ ആണിത്, കിലാറ്റിൻ ഷാമ്പൂ അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഷാമ്പൂ, ഇതിൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഈ കാൽസ്യം, മാഗ്നീഷ്യം ഉണ്ടോ, എന്തായാലും ആ മിനറൽസ് നമ്മളുടെ മുടിയുമെന്ന് കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഷാമ്പൂസാണിത്. ഞാൻ പറയുകയാണെങ്കിൽ ഇത് 2ഉം കൂടിയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങളുടെ നാട്ടിൽ മിനറൽസ് ഇല്ലാത്ത സ്ഥലമാണ്, ഇങ്ങനെ ഹാർഡ് വാട്ടർ അല്ലാത്ത പ്രശ്നമുള്ളവർ, ഹാർഡ് വാട്ടർ ഇഷ്യൂ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിഫയിങ് ഷാമ്പൂ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് 2ഉം കൂടി ഉള്ള ഷാമ്പൂസ് പറഞ്ഞുതരാം. നോർമലി നിങ്ങൾ ഹാർഡ് വാട്ടർ ഏരിയ ആണെന്നുണ്ടെങ്കിൽ, ഹാർഡ് വാട്ടറാണ് നമ്മുടെ മുടിയിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ ഹാർഡ് വാട്ടർ ഉള്ള ഏരിയയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷാമ്പൂസ് യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈ കാണുന്ന ഡീടോക്സി ഹാർഡ് വാട്ടർ ഷാമ്പൂ, ഇത് നല്ല ഷാമ്പൂ ആണ്. പിന്നെ ഇലുവിയ പ്രൊഫഷണൽസ് ഹാർഡ് വാട്ടർ, ഇതിൻ്റെ ഈ ഒരു ഷാമ്പൂ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഒലാപ്ലെക്സിൻ്റെ ഈ ഒരു ക്ലാരിഫയിങ് ഷാമ്പൂ യൂസ് ചെയ്യാം. ഇത് എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് ബിൽഡപ്പിനെ കളയാനും നല്ലതാണ്, അതുപോലെ ഹാർഡ് വാട്ടറിൻ്റെ ഇത് കളയാനായിട്ട് നല്ലതാണ്. പിന്നെ ഈ ഒരു മാനിറ്റെയിൻ ഈ ഒരു ബ്രാൻഡിലെ, ഈ ബ്രാൻഡ് എനിക്കിപ്പോൾ ഭയങ്കര ഫേവറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ബ്രാൻഡാട്ടോ. ഇവരുടെ നിന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ എൻ്റെ മുടിക്ക് നല്ലോണം സൂട്ടബിൾ ആവുന്നുണ്ട്. ഈ ക്ലാരിഫയിങ് ഷാമ്പൂ ഇതും ക്ലാരിഫയിങ് ആണ്, അറ്റ് ദ സെയിം ടൈം ഹാർഡ് വാട്ടറിൻ്റെ ആ ഒരു ബിൽഡപ്പിനെയും കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഷാമ്പൂ ആണ് കേട്ടോ. ബാക്കിയുള്ള മിക്ക കേളി ഹെയറിലും ഈ ഹാർഡ് വാട്ടർ ഇഷ്യൂവിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇല്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാൽസ്യം ഒക്കെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കുമ്പോൾ ആ മുടി
ഭയങ്കര പഞ്ഞായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ ഈ ഒരു ഷാമ്പൂ. പിന്നെ നിങ്ങൾക്ക് ഈ ലോറിയൽ പ്രൊഫഷണൽസിൻ്റെ മെറ്റൽ DX എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷാമ്പൂ ഉണ്ട്. ഇത് നല്ല ഷാമ്പൂ ആണ്. ഇത് നമ്മൾക്ക് ഹാർഡ് വാട്ടറിൽ നിന്ന് ഉണ്ടാവുന്ന ഇഷ്യൂസിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷാമ്പൂ ആണ് കേട്ടോ. ഇതും നല്ലതാണ്. പിന്നെ വൈൽഡ്ലി പ്യുവർ പ്രൊഫഷണൽസ് ഈ ഷാമ്പൂ നല്ലതാട്ടോ. ഇതൊക്കെ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. ഓക്കെ, പക്ഷേ നിങ്ങൾ നോക്കണം ഈ പേരുള്ള ഷാമ്പൂസ് തന്നെ മേടിക്കണം. ഷിലാറ്റിൻ അതെങ്കിൽ മാത്രമാണ് ഈ ഹാർഡ് വാട്ടറിനകത്ത് നിന്ന് ഉള്ള എന്താണ് മിനറൽസിനെ കളയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ ക്ലാരിഫയിങ് ഷാമ്പൂസിനും പറ്റില്ല. ഇനി നോർമലായിട്ടുള്ള ക്ലാരിഫയിങ് ഷാമ്പൂ നിങ്ങൾക്ക് ഹാർഡ് വാട്ടർ ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഏത് ഷാമ്പൂ ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. ഫസ്റ്റ് വൺ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഇത് ഭയങ്കര ക്ലാരിഫയിങ് ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു ക്ലാരിഫയിങ് ഷാമ്പൂ ആണ് പാൻറ്റീനിൻ്റെ ഈ ഒരു ലൈവ്ലി ക്ലീൻ ഷാമ്പൂ. ഈ ഒരു ഡീപ്പ് ക്ലീൻ ഷാമ്പൂ ഇതിന് ഭയങ്കര വിലക്കുറവാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷാമ്പൂ ആണ് കേട്ടോ. പിന്നെ അനോമലിയുടെ ഈ ഒരു ക്ലാരിഫയിങ് ഷാമ്പൂ ഇത് സൂപ്പറായിട്ടുള്ള ഷാമ്പൂ ആണ്. ഈ ഒരു ഷാമ്പൂ യൂസ് ചെയ്തപ്പോഴാണ് ഇത് വെച്ചാൽ ഭയങ്കര ജെൻറ്റിലാട്ടോ. എന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മളുടെ ക്ലാരിഫയിങ് ആ ഒരു പ്രോസസ്സ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, മൈൽഡായിട്ടാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു ഷാമ്പൂ ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് എന്തോ ഒരു PR അങ്ങനെ എന്തെങ്കിലും ആണ് എനിക്കിത് കിട്ടിയത്. ഇത് കിട്ടിക്കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര ഡിഫറൻസ് എൻ്റെ ഹെയറിൽ ഫീൽ ചെയ്തത്. ഞാൻ വിചാരിച്ചോ ഇത് ഒറ്റ തവണ യൂസ് ചെയ്തപ്പോഴേക്ക് ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും കോട്ടായിട്ട് എൻ്റെ മുടി ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതപ്പോൾ ഒരു നിങ്ങളുടെ ഭയങ്കര ഫ്രിസി ഡ്രൈ ഹെയർ ആണ്, നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ആവണ്ട. കാരണം എന്താ വെച്ചാൽ ഈ ക്ലാരിഫയിങ് ഷാമ്പൂസ് യൂസ് ചെയ്താൽ ഓഫ്കോഴ്സ് മുടി ഡ്രൈ ആവും, നല്ലോണം ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് ഇത് അത്രയും നിങ്ങൾക്ക് ഡ്രൈ ആവണ്ട, എന്നാൽ ഇച്ചിരി ക്ലാരിഫയിങ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷാമ്പൂസ് യൂസ് ചെയ്യാം. അനോമലിയുടെ ഷാമ്പൂ നല്ലതാണ്. പിന്നെ ആഷ്ബ ബൊട്ടാണിക്സിൻ്റെ ആ ഒരു ഇവരുടെ ക്ലാരിഫയിങ് ഷാമ്പൂ നല്ലതാണ്. വിഷ് കെയറിൻ്റെ AHA ഷാമ്പൂ ഉണ്ട്. ഇത് ഭയങ്കര മൈൽഡായിട്ട് ക്ലാരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നമ്മളുടെ മുടിയിൽ ജെൻറ്റിലുമായിട്ടുള്ളതാണ് കേട്ടോ. ഇതിനകത്തുള്ള ഈ AHA ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ മുടീനെ ഒരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ ചെലാറ്റിൻ ആ ഒരു കാറ്റഗറിയിലുള്ള ഒലാപ്ലെക്സ്, ലോറിയൽ മെറ്റൽ DX, മാനിറ്റൈൻ ക്ലാരിഫയിങ് ഷാമ്പൂ, ഇതൊക്കെ ഈ 3 ഷാമ്പൂസ് ഉണ്ടല്ലോ ഈ 2 പർപ്പസും ചെയ്യുന്ന ഷാമ്പൂ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് മേടിച്ച് വെച്ചു, ഇത് പെട്ടെന്ന് തീരത്തൊന്നുമില്ല. കാരണം നമ്മൾ മാസത്തിൽ 2 തവണ മാത്രമേ ഇത് യൂസ് ചെയ്യണുള്ളൂ. പക്ഷെ ഭയങ്കര വ്യത്യാസം നമ്മുടെ ഹെയറിൽ വരും, നല്ല ഹ്യൂജ് ഡിഫറൻസ് വരും. അപ്പോൾ ഈ ഷാമ്പൂസ് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ മുടിക്ക് ചേരുന്ന നിങ്ങൾക്ക് ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഷാമ്പൂസ് മേടിക്കാം. എന്നിട്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്ത് മന്ത്ലി 1 or 2 വാഷ് ചെയ്യണം. എങ്ങനെ വാഷ് ചെയ്യണം, ഇനി എങ്ങനെയാണ് നിങ്ങൾക്കിത് ഷാമ്പൂ വാഷ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടിയിട്ട് പറയാം കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങൾ കുറച്ച് ഷാമ്പൂ എടുക്കുക. ഈ ക്ലാരിഫയിങ് ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ ഡൈല്യൂട്ട് ചെയ്യരുത്. ഓക്കെ, നമ്മൾ വെള്ളത്തിലിട്ട് കലക്കിയൊക്കെ ചെയ്യില്ല, അങ്ങനത്തെ ചെയ്യരുത്. അതൊക്കെ നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മളുടെ മുടി ഒന്ന് വൃത്തിയാക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ. പക്ഷേ ഈ ക്ലാരിഫയിങ് പ്രോസസ്സ് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഡയറക്റ്റ്ലി കയ്യിലോട്ട് എടുക്കുക, കയ്യിൽ പതപ്പിക്കുക, തലയിലോട്ട് മസാജ് ചെയ്യുക, നിങ്ങളുടെ ഇവിടെ മസാജ് ചെയ്യണം. നമ്മൾ ഷാമ്പൂ ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് ചെയ്യാറില്ലല്ലോ, പക്ഷേ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ ചെയ്യണം. നല്ല ഡ്രൈ ആവും മുടി, അത് മനസ്സിൽ കണ്ടിട്ട് തന്നെ വേണം ചെയ്യാൻ. പക്ഷേ നമുക്കിതൊക്കെ കളയണമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഫുൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മുടി പതയുന്നില്ല എന്നുള്ളത്. അങ്ങനെ പതയുന്നില്ലെങ്കിലും ഒരു സൈനാണ് കേട്ടോ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ബിൽഡപ്പ് ഉണ്ടെന്ന്. ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് ടൈം എനിക്ക് മുടിയിൽ പതയാറില്ല. പതയാതിരിക്കുമ്പോൾ എന്നിട്ട് നിങ്ങളത് വാഷ് ചെയ്ത് കളയുക, കുറച്ച് നേരം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട്. എന്നിട്ട് കുറച്ചും കൂടി എടുക്കുക. അതാണ് ഡബിൾ ക്ലെൻസിങ് എന്ന് പറയും. ഈ ക്ലാരിഫയിങ് ചെയ്യുന്ന ടൈമിൽ മാത്രം നിങ്ങൾ ഡബിൾ ക്ലെൻസിങ് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ പോലത്തെ മുടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഓയിലി നല്ല സ്ട്രെയിറ്റ് ഹെയർ ആണ്, ഓയിലി ഹെയർ ഒക്കെ ആണെങ്കിൽ മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡബിൾ ക്ലെൻസിങ് ചെയ്യായിരിക്കും കേട്ടോ. എന്നിട്ട് രണ്ടാമതൊന്നും കൂടി എടുക്കുക, എന്നിട്ട് തലയിൽ മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ ഇത്തവണ മസാജ് ചെയ്യുമ്പോൾ നന്നായിട്ട് മുടി പതയും. അങ്ങനെ പതയുമ്പോഴാണ് ആ 2 തവണ ചെയ്യുമ്പോഴാണ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പതയുമ്പോൾ ഇപ്പോൾ നമുക്ക് മുടി നല്ല ക്ലീനായിട്ട് എല്ലായിടവും നല്ലോണം പതഞ്ഞ് നല്ല പതയിൽ വരും. എന്നിട്ട് അത് വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് നിങ്ങൾ നോർമലി ചെയ്യുന്ന എന്തൊക്കെ റൂട്ട് അതിൻ്റെ ഇടയിൽ ACV ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആപ്പിൾ സൈഡർ വിനെഗറും കൂടിയിട്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളുടെ pH ഒന്ന് മെയിൻറ്റെയിൻ, അതായത് ഈ ആപ്പിൾ സൈഡർ വിനെഗർ കുറച്ച് അസിഡിക് ആയതുകൊണ്ട് നമ്മുടെ മുടിയുടെ ക്യൂട്ടിക്കിൾസിനെ ക്ലോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് എപ്പോഴും യൂസ് ചെയ്യരുത്, മാസത്തിൽ ഒരിക്കലോ 2 തവണ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം കൂടുതൽ അസിഡിക് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി ഭയങ്കര ഗമ്മി പോലെ ഇങ്ങനെ വലിഞ്ഞ് ഭയങ്കരമായിട്ട് ബ്രേക്ക് ആയി പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട്
ഇടയ്ക്ക് മാത്രം നിങ്ങൾ 2 തവണയോ മാസത്തിൽ 2 തവണ അല്ലെങ്കിൽ 1 തവണ അങ്ങനെയൊക്കെ മാത്രം ഉപയോഗിച്ചിരുന്നാൽ മതി. ഇനി ആപ്പിൾ സൈഡർ വിനെഗർ റിൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കപ്പിൽ വെള്ളം എടുക്കുക, എന്നിട്ട് കുറച്ച് നാരങ്ങ 1-2 തുള്ളി നാരങ്ങയുടെ ഇതാക്കിയിട്ട് അത് ഒഴിച്ചിരുന്നാലും മതി. അതും നമ്മളുടെ ഈ ഒരു pH-നെ ഒന്ന് ബാലൻസ് ആക്കിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് 1 അവർ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. എനിക്ക് അറിയണതാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾക്ക് ഒരുപാട് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇൻസ്പയറിങ് ഇച്ചിരി ആയിട്ടുള്ളൊക്കെ വീഡിയോസ് എന്തായാലും വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.